ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓസിക്ക് നാളെ മുതലാണ് വേത് വെള്ളമൊക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ അത് കലം വെള്ളം ചൂടാക്കാൻ ഓൺ ചെയ്യാൻ വന്നു. അപ്പോൾ കമേഴ്ഷ്യലായിട്ടുള്ള മറ്റേ ഇതാണ്, സ്റ്റൗവാണ്. അപ്പോൾ അതിന് ഭയങ്കര സൗണ്ട്. ഇപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ വിധുവിനെ വിളിച്ചിട്ട് പ്രസ്റ്റീജിൻ്റെ സിംഗിൾ ബേണർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇത്തവണ റംബൂട്ടാൻ ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. സാറിന് ഞാൻ സിമിക്ക് അയച്ചു കൊടുക്കും, സുലുവിനൊക്കെ അയച്ചു കൊടുക്കും. ഇനി കട്ട് ചെയ്യുമ്പോഴൊക്കെ നോക്കണം. എല്ലാം ഒരു ദാരിദ്ര്യമായിട്ടിരിക്കണം ഇത്തവണ കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു, ബേബി സുഖമായിട്ടിരിക്കുന്നു. പാവം കുഞ്ഞാണ്. എൻ്റെ പിള്ളേരെ പോലെയും അല്ല. എൻ്റെ പിള്ളേരെ ഞാൻ വെച്ച ഏറ്റവും പാവം പിള്ളേരായിരുന്നു. അതിനേക്കാൾ പാവം കുഞ്ഞാ. അവനിങ്ങനെ എപ്പോഴും ഉറക്കവാ. പാൽ കുടിക്കാൻ മാത്രം കരയത്തില്ല. നമ്മൾ എണീപ്പിച്ച് പാൽ കൊടുക്കണം. മറ്റേ പാമ്പറൊക്കെ നമ്മൾ ഡയപ്പറൊക്കെ മാറ്റി കൊടുത്താൽ അത് കഴുകി കൊടുക്കുമ്പോൾ പോലും തണുത്ത വെള്ളം ഒഴിച്ചാൽ പോലും കുഴപ്പമില്ല. ചൂടുവെള്ളം അതിന് ഇഷ്ടമാണ്, വാം വാട്ടറാണ് ഇഷ്ടം. എന്നാലും ഞാൻ ഇടയ്ക്ക് തണുത്ത വെള്ളം കഴുകും. കാരണം അത് യൂസ്ഡ് ആവണമല്ലോ. എപ്പോഴെങ്കിലും ചൂടുവെള്ളം അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരിക്കൽ തണുത്ത വെള്ളം ഒഴിക്കേണ്ടി വന്നാൽ അവൻ ഞെട്ടാൻ പാടില്ല. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പകൽ സമയത്ത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യും. അവനെ വാഷ് ചെയ്യുമ്പോഴൊക്കെ മിണ്ടാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് പാൽ കൊടുത്ത് മിണ്ടാതെ കിടന്നുറങ്ങും. പാവമാണ്. ഇപ്പോൾ അധികം എല്ലാവരും കയ്യിലൊന്നും അധികം വെക്കണ്ട. കയ്യിൽ വെച്ച് നമ്മുടെ ഹ്യൂമൻ ഹീറ്റ് മനസ്സിലാക്കി തുടങ്ങിയാൽ പിന്നെ പിള്ളേർ താഴെ വെച്ചാൽ കിടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറ്റിയ കുറച്ച് നേരമൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഹോളിൽ ഇരിക്കുകയാണെങ്കിൽ സോഫയിലേക്ക് കൊണ്ട് കിടത്തി അവിടെ മിണ്ടാതെ കിടക്കും. പാവം ബേബിയാ, ഒരു ശല്യമില്ല. ഇന്നോട്ടാണ് അവൻ്റെ മസാജൊക്കെ തുടങ്ങിയത്, അവൻ്റെ ഓയിൽ മസാജും. അവനതെല്ലാം എൻജോയ് ചെയ്തു. ഒരു 10-15 മിനിറ്റ് അവനെ മസാജൊക്കെ ചെയ്തപ്പോൾ ഹി വാസ് ലൈക്ക് എൻജോയ്. ഏതോ സ്പായിലൊക്കെ ഇരിക്കുന്ന പോലെ ഹി വാസ് ലൈക്ക് എൻജോയിങ് ഓൾ ദാറ്റ്. വെരി സ്വീറ്റ് ഫോർ ബോയ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഐ എം റിയലി എൻജോയിങ് ദ ജേർണി വിത്ത് മൈ ഗ്രാൻഡ് സൺ. നമ്മുടെ ലൈഫിൽ അടുത്തൊരു ഫേസ് ആണല്ലോ. നമ്മൾ ഒരുപാട് ഫേസസ് ഉണ്ടല്ലോ. ഫ്രം നമ്മൾ കുഞ്ഞായിരിക്കുന്നു, ദെൻ വി ആർ ബിക്കമിങ് ബിഗ് ടീനേജേഴ്സ് ആവുന്നു, ദെൻ നമ്മൾ കോളേജിലാവുന്നു, അത് കഴിയുമ്പോൾ കല്യാണം, യങ് കപ്പിൾ, അതൊരിത്. ദെൻ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നു, കുറേ പിള്ളേർ, പിന്നെ അവരെ സ്കൂള്, അവരുടെ കോളേജ്, അവരുടെ പിന്നാലെയുള്ള ലൈഫ്, അങ്ങനെ 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 പോയി നമ്മൾ കുറച്ച് നമ്മൾ 20s 30s 40s ഒക്കെ ഇങ്ങനെ കടന്ന് നമ്മളൊരു 50s എത്തുന്നു. And then it's time for our children to get married, and then they slowly one by one start having children. Ozzy was the first one, and then we get into the next phase of being grandparents. And it's a joy. ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ കുട്ടിയെ കാണുമ്പോഴേ. ലൈക്ക് ഇറ്റ്സ് റിയലി നൈസ്. അവനെ ഇങ്ങനെ പിടിക്കാനും അവനെ ഉമ്മ വയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കിച്ചുവിന് വി റിയലി എൻജോയിങ് ദാറ്റ് ഹോൾ പ്രോസസ്. ആൻഡ് ഈ ഓസിയുടെ ഇത്തവണ ഡെലിവറിയുടെ ഓസിയുടെ നമ്മുടെയൊക്കെ ഒരുവിധപ്പെട്ട നമ്മുടെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബ് ഇസ് ലൈക്ക് എ ഫാമിലി. ഓൺലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആ ലൈക്ക് എ പാർട്ട് ഓഫ് ആ ഫാമിലി. സോ എല്ലാം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വി ഷെയർ വിത്ത് യു ഓൾ, ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അതുപോലെ തന്നെയായിരുന്നു ഓസിയുടെ ഈ ഒരു ഡെലിവറി ജേർണിയും. പക്ഷെ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് ഉണ്ടാകും എന്നൊന്നും ചിന്തിച്ചൊന്നും അല്ല ആ വീഡിയോ ഇട്ടത്. ഐ മീൻ ഡിൻ എക്സ്പെക്ട് ഇറ്റ് ടു ലൈക്ക് ഇത്രയും അതിനൊരു വ്യൂ ഉണ്ടാവും, ഇത്രയും വലിയ റീച്ച് ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല. ബട്ട് വെരി ഹാപ്പി ഫോർ ദ കൈൻഡ് ഓഫ് റിസെപ്ഷൻ വി ഗോട്ട്. താങ്ക് യു ഓൾ. എന്താ ഞാൻ സീക്രട്ടായിട്ട് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ തപ്പി വന്ന് നിൽക്കുവോ അവിടെ? എന്താ കോമ്പറ്റീഷൻ കടുത്തു തുടങ്ങിയെന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. This fellow is coming for a competition with me. ഞാനൊരു വീഡിയോ എടുത്ത അപ്പൊ പുള്ളി വീഡിയോ എടുക്കും. എന്താ നീ കോമ്പറ്റീഷൻ എന്താ അയ്യടാ എന്നെ പുച്ഛിക്കല്ലേ? അങ്ങനെയല്ല പുച്ഛിച്ച് സിദ്ദിഖ് സിനിമയിൽ പറയും. ഏത് സിദ്ദിഖ് എന്താണോ പറയുന്നത്? നീ എനിക്കൊരു കോമ്പറ്റീഷൻ ആണോ എന്നാണോ ചേട്ടൻ ഉദ്ദേശിച്ചത്? നിന്റെ മുമ്പിൽ ആരുടെ? നിനക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് 2.5 അങ്ങോട്ട്, അല്ല 3 എത്രയും കൊണ്ട് മനസ്സ് വെച്ചാ പോവാ മേലോട്ട് എന്തായാലും പോവൂടെ.
അത് മനസ്സ് വെച്ചാലും വെച്ചില്ലേ ഒരു ദിവസം. ഞാൻ ആ മേലോട്ടല്ല ഉദ്ദേശിച്ച സബ്സ്ക്രിപ്ഷനിൽ മേലോട്ട് ഞാൻ അവിടെ ഒരു കാര്യമൊക്കെ പറയാം. എന്താ സബ്സ്ക്രിപ്ഷൻ 50 വയസ്സിന് ശേഷം ഇത് ഞാൻ സിനിമാറ്റിക് ആണ്. ചേട്ടൻ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഔട്ട് ഓഫ് ഫോക്കസ് മതി പോ. ഞാൻ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആ ചേട്ടൻ ഔട്ട് ഓഫ് ഫോക്കസ് ആയ മതി. നമ്മൾ പറഞ്ഞ മറ്റേ ഫോട്ടോസില് 3 ഫോട്ടോസ് കിട്ടി. ആണോ? ഹാട്ടിപ്പൂടി. പക്ഷെ നമ്മുടെ ശാര ചേച്ചിയുടെ കൂടെ കിട്ടിയില്ല. ഏത് ചേച്ചി വീട്ടിൽ എടുത്തതാ? അല്ല, കാശ്മീരും വല്ല നെറ്റിൽ കാണും, ഗൂഗിളിൽ. അരിച്ചു പറഞ്ഞു. ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് ചുമ്മാ എന്റെ വീഡിയോയിൽ വന്ന് നിൽക്കുക. ഇപ്പോൾ വന്നേക്കുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പുള്ളിക്ക് കുറച്ചും ഒരു വീഡിയോ എടുത്തു കൊടുത്തു. അത് എഡിറ്റ് ചെയ്യാനും അതിനകത്തുള്ള ഫോട്ടോസ് കയറ്റാനും എഡിറ്ററായി എന്നെ തപ്പേ. എഡിറ്റർ ആവർത്തന വിരസം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. ആൾക്കാർ എന്ന് പറയും, എല്ലാ വീഡിയോയിലും പറയും കിച്ചുവിന് ഞാൻ എഡിറ്റ് ചെയ്ത്. ആൾക്കാർക്ക് നിന്റെ അടുത്തൊരു അനിഷ്ടം വരും, എന്നോടൊരു ഇഷ്ടവും വരും. ഐ ഷൂട്ട് യു വിത്ത് ദിസ്. ഞാൻ അവിടെ ഒരു അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പ്ലീസ്. അത് കമേഴ്ഷ്യൽ അടുപ്പ് കൂട്ടി ചർച്ച എന്നൊക്കെ പറഞ്ഞത് പരിപാടിയുണ്ട്. എന്താണോ ഞാൻ എവിടെയോ തുടങ്ങി, എങ്ങോട്ടോ പോയി. ഇനി വേണമെങ്കിൽ ചേട്ടൻ നമുക്കൊരു 5 മിനിറ്റ് ഉൾപ്പെടുത്താം. കിച്ചു കുറച്ച് പറിക്കുക, അണ്ണ നശിപ്പിച്ച് വെച്ചേക്കാം. ഞാൻ ആലോചിക്കുക, ആർക്കും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. വൃന്ദയ്ക്ക് പോലും കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല റംബൂട്ടാൻ. വെരി സാഡ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? ഞാൻ തന്നെ മറന്നു നമ്മൾ എന്താ പറഞ്ഞു വന്നേന്ന്. എവിടെയോ തുടങ്ങി. അപ്പോഴാണ് ഈ ചേട്ടൻ എന്നെ തപ്പി വന്നത്. എനിക്കറിയാം ഇപ്പൊ വരുന്നു. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വേണം. അയ്യോ കിച്ചു, വലിയ പണിയൊന്നും ഇപ്പൊ എനിക്ക് ചെയ്യാൻ വൈകിട്ട്. എനിക്ക് വേറെ ജോലിയുണ്ട്. അല്ല, ഇതൊക്കെ എന്നെ ഇപ്പൊ വിളിക്കത്തില്ലേ പണിക്ക്? ഈ അണ്ണാൻ എന്താ ഇങ്ങനെ? ഈ കവർ പോരാ കേട്ടോ. ഈ കവർ കൊള്ളത്തില്ല. മറ്റേ ആക്ച്വലി ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇത് ഈ കവർ ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചവും കിട്ടും. മനസ്സിലായില്ലേ? അണ്ണാനും തിന്നാൻ പറ്റും. അണ്ണാൻ തിന്നട്ടെ. സ്മാർട്ട്. നോക്കണേ, കൂടിനകത്തിൽ എങ്ങനെ കേറി ഈ ഗ്യാപ്പിൽ കൂടി. വെരി സ്മാർട്ട്. കിച്ചു രാത്രി ഉറങ്ങാതെ ഒന്ന് ഇവിടെ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അണ്ണാന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്. അത് ശരിയാ. അടുത്താണ് ഇത് ആക്ച്വലി ഇവിടെ 2 ഉദാഹരണം കണ്ടോ, തുരന്ന് കയറിയുന്നുണ്ടോ? കീടിലാണ്. വെരി ബ്രെയിനി ഗായ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ടു? അവളുടെ ആ ഒരു, നമുക്കും ജീവിതത്തിൽ പഠിക്കണം. എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത്. അവനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മറ്റേ മറ്റേ സൗണ്ട് ഉണ്ടാകുന്ന സാധനം, മിനിങ്ങുന്ന സാധനം ഇട്ടു. കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലായി ഇത് നമ്മളെ പറ്റിക്കുന്നതാണ്. അത് മറികടന്നു. നല്ല നെറ്റിട്ടപ്പോഴത്തേക്ക് അവൻ നെറ്റിൻ്റെ ആ ഗ്യാപ്പിൽ കയറാൻ നോക്കി, പറ്റാതെ നെറ്റിനെ കടിച്ച് തുരന്ന് കയറി. നമുക്ക് കിട്ടുന്ന ഓരോരോ ഐഡിയാസാണ്. നമ്മളിങ്ങനെ ജീവിതത്തിൽ മടിച്ച് നിൽക്കരുത്. നമ്മൾ ഇടിച്ച് കയറി ചെന്ന് ഏത് വാളും ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതാണ് പെർസിസ്റ്റൻസ് എന്നൊക്കെ പറയില്ല. ഒരു കാര്യം നമ്മൾ എൻ്റെ പുറകെ ഇങ്ങനെ പെർസ്വേഡ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ നടക്കും. അതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളാണ്. ഹൗ നൈസ്. കണ്ടേ അണ്ണാൻ്റെ തുരപ്പ് കണ്ട. ഓക്കെ, കൊള്ളാം. ഇത് ഡയറക്റ്റായിട്ട് എടുത്ത് വായി വെക്കല്ലേ, നന്നായിട്ട് വാഷ് ചെയ്യണം. നിപ്പ ട്രിവാൻഡ്രത്ത് എത്തിയില്ല, വന്നുകൊണ്ടിരിക്കുക. എപ്പോ? അവിടെ എവിടെയും കൊണ്ട്. എനിക്ക് അടുത്ത ദിവസം ഞാൻ ഈ മാവിന് നല്ല തളിരില വന്നിട്ടില്ല. തളിരില വന്നിട്ട് വേണം എനിക്കൊരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ. അതായത് ഞങ്ങളൊക്കെ ചെറുതിലെ പണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയ്ക്ക് മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവിൻ്റെ ഇല വെച്ച് ജ്യൂസ് ഉണ്ടാക്കും. എന്ത് ടേസ്റ്റ്! ഊസിക്ക് ഉണ്ടാക്കണം. അവൾക്ക് പച്ചമാങ്ങ ജ്യൂസ് വലിയ ഇഷ്ടമാണ്. നേരെ അവൾ എപ്പോഴും നാരങ്ങ ചോദിക്കുമ്പോൾ പച്ചമാങ്ങ ജ്യൂസ് ആയി കൊടുക്കാറുണ്ട്. ഇലയില്ല, ഞാൻ അടുത്ത തവണ അത് തന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും. നല്ല സൂപ്പർ. ഇല പോരാ, കുറച്ച് വെയിൽ കൊള്ളണം. ഈ മുരിങ്ങ വെട്ടി നാളെ. അയ്യോ, എന്റെ കണ്ണാടി ഇതാ, എന്റെ കണ്ണാടി താഴെ പോയി. കണ്ണാടി ഇല്ലെങ്കിലും കണ്ണ് കാണാൻ പറ്റും. ഓക്കെ, എന്നും കണ്ണാടി കൊണ്ട് കളയുന്ന ആളാണ് എന്നോട് പറയുന്നത്. അത് രസമല്ലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കളയണം. ആ പ്ലാസ്റ്റിക് കള കൊള്ളൂല. അത് ഇന്നലെ കൊറേ പഴുത്തത് കിട്ടിയല്ലേ? ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതിൽ നിന്ന് പഴുത്ത് വരണം. അവിടെ ഉണ്ട് കേട്ടോ. ആയിട്ടില്ല, 2 ദിവസം കഴിയട്ടെ. അതാ കിച്ചൊരു മത്തൻ ഇതിലോട്ട് 2 ഞാൻ പടത്തി വിട്ടിട്ടുണ്ട്. ഒന്നല്ല. അല്ല, പക്ഷെ അത് കേറി ഈ മരം കേടാവോ? നോക്ക്,
ഇതിവിടെ നിന്ന് ഒന്ന് ഇവിടെ നിന്ന് 2 ഇനി തൊണ്ടൊക്കെ വെച്ച് എന്താ അറിയോ ഇവിടെ നിന്ന് വെറ്റായിട്ടിരിക്കാൻ വേണ്ടി അതുകൊണ്ട് 2 ഞാൻ നമ്മുടെ വിട്ട് മത്തന്റെ കുറച്ച് തളിരേല എനിക്ക് ഒപ്പിച്ചു തരാൻ പറ്റുമോ? ഇഷ്ടം പോലെ ഒപ്പിച്ചത്. ഇഷ്ടം എന്നാ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കും ഇന്നലെ നാളെ. ഇപ്പൊ വേണ്ട. അല്ല ഇപ്പൊ അതിനുവേണ്ടി കയറിയതല്ലേ ഞാൻ. വേറെ ഒന്ന് ഫ്രൂട്ട് വല്ല ഇടയിൽ ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടി. രസം ഇത് കാണാനല്ലേ. അർത്ഥവത്തായ പേരും നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി സ്റ്റാർ ഫ്രൂട്ട്. എൻ്റെ മാംഗോസ്റ്റീൻ ഉണ്ടോ വല്ലോ? അതാര്? ആഹാ വെക്ക് വാഷ് ചെയ്തെടുക്കാറില്ല. ഇത് വാഷ് ചെയ്യൊന്നും വേണ്ട. പിന്നെ തറയിൽ കിടന്ന് വാഷ് ചെയ്യാതെ കഴിക്കുവോ? പിന്നല്ല, തോടല്ലേ, തോട് കഴിഞ്ഞിട്ട് അപ്പൊ അത് നമ്മൾ കടിക്കുകയോ പിടിക്കുകയോ അല്ലെ വാഷ് ചെയ്യണം. എന്താ വാഷ് ചെയ്യാൻ എത്ര മടി? അവിടെ ഞാൻ വാഷ് ചെയ്തെടുക്കാം. അവിടെ എവിടെ കൊണ്ട് വെച്ചാൽ മതി, അറ്റത്ത് വെച്ച തറയിൽ വെക്കാതെ. ഞാൻ എന്തോ അതാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. കമേഴ്ഷ്യൽ അടുപ്പ്, അതിന്റെ സൗണ്ട് കേട്ട് ഞാൻ പേടിച്ചിരിക്കുക. എവിടെ? ഇരുട്ട്. ലൈറ്റ് ഇവിടെ തട്ടി കൊടുത്താൽ ലൈറ്റ് കിട്ടുന്നത്. കുഞ്ഞ് ഓമിയുടെ അത്രയുള്ള ഒരു മാംഗോസ്റ്റ്. എന്നിട്ട് എത്ര ഉണ്ട് നോക്ക്. 1 2 3 4 5 ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നോക്കിയോ, നല്ല മരത്തിൽ. പുറത്തെ ഡിസൈൻ പോലെയാണ് അകത്തെ എണ്ണ. പുറത്ത് 5 ഉണ്ടെങ്കിൽ നല്ലത്, അടിപൊളി. നശിപ്പിച്ച് പിച്ചാത്തി വെച്ചാൽ മുറിക്കേണ്ടത്. നീ കഴിച്ചിട്ടതാ വലിയ പീസ് എടുക്ക്. അല്ല വലുത് കിച്ചു എടുത്തോ, ഞാൻ ഡീസൻ്റാ. അന്നല്ല വലുതിനകത്താ കുരുവുള്ളത്. ലാജവാബ്. ആഹാ അടിപൊളി. മരമേ, ഇത് രസമല്ലേ. ഇവിടെ എന്തൊക്കെ തരം മരങ്ങൾ നിൽക്കുന്നു. ഇപ്പുറത്ത് നിൽക്കുന്നു ഇത് ലെവലോരിക്ക, നല്ല പുളിയുള്ളത്. അതിൽ നിന്ന് 1 മീറ്റർ പോലും ഇല്ല. അത് മധുരം തരുന്നു മരം. അപ്പുറത്ത് എന്തൊക്കെയോ പുതിയത് കഴിക്കാൻ പോകുന്നു. അസാധ്യം അല്ലേ, പ്രകൃതിയുടെ ഒരു സംഭവം. എന്തൊക്കെയാ തരുന്നത്. ആരോ മെസ്സേജ് ഇട്ടേക്കുക, കമന്റിലിട്ടേക്കുക, നിങ്ങളൊരു കുറേ സ്ഥലം വാങ്ങി ധാരാളം ചെടികളും മരങ്ങളും. കിച്ചുവിന്റെ ആഗ്രഹമല്ലേ? ഏറ്റവും വലിയ ആഗ്രഹം. പിള്ളേർക്ക് ഞാൻ പറഞ്ഞോണ്ടേടാ, എനിക്ക് സ്ഥലം വേണ്ട, നിങ്ങളത് വാങ്ങിച്ചിട, ഞാൻ പോയി നോക്കിക്കളെ. എനിക്ക് അവിടെ ചെറിയൊരു വീട് പോലെ സാധനം, ഔട്ട് ഹൗസ് പോലെ സാധനം കെട്ടി, ഒരു ഫാം ഹൗസ് പോലത്തെ ഒരു സാധനം കെട്ടിയിട്ടാ നമുക്ക് 2 ആരെങ്കിലും ജോലിക്കാരെ വെച്ചാൽ എന്തൊക്കെ ചെയ്യാന്നറിയോ? പശു, കോഴി. ഞാൻ ആലപ്പുഴയിൽ ഒരു ഫിഷ് ഫാമിങ്ങിൻ്റെ അവിടെ ചെന്നു. എന്ത് രസമായിട്ട് അവിടെ ചെയ്തിരിക്കുന്നറിയോ. അവിടെ അദ്ദേഹത്തിൻ്റെ പേര് മറക്കാൻ പാടില്ല. അത് എന്നെ കൊണ്ട് മുഴുവൻ കാണിക്കുക. അപ്പോൾ അവിടെ കുളങ്ങളൊക്കെ ഉണ്ട്. ഈ കുളത്തിൻ്റെ മുകളിലോട്ട് കോഴിക്കൂടും താറാവിൻ്റെ കൂട് കെട്ടിയിരിക്കുക. അത് എയറിൽ നിർത്തിയിരിക്കുന്നത്, 2 സ്റ്റാൻഡിട്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കാഷ്ടം മുഴുവൻ ഇതിലോട്ട് വീഴും. അത് ഫിഷിൻ്റെ ഫുഡ്. എന്നിട്ട് ഈ ഫിഷ് എന്താ കൂരി, മലേഷ്യൻ കൂരി എന്നൊന്നും മീനാണ്. നെറ്റിട്ട് എല്ലാ ആഴ്ചയിലും കൊണ്ട് വലിച്ച് കയറ്റുന്നതാണ്. അവിടെ എന്തൊക്കെ രസം. എനിക്കൊന്നൊരു 5-6 ഏക്കർ ഉണ്ടാവും അതിനകത്ത്. പക്ഷെ സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ല. ഒന്ന് ആ ജോലി ചെയ്യാനുള്ള മനസ്സ്, 2 ഒരു പാഷൻ വേണം ഇതിനോടൊക്കെ. 2 എത്ര മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനുവേണ്ടി എത്ര ടൈമാണ് പുള്ളി സ്പെൻഡ് ചെയ്യുന്നത്, എഫേർട്ട് എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഫുള്ളിൻ്റെ ഉണ്ട്. ഒരു ദിവസം അതിനെപ്പറ്റി കൂടി ഇടണം. കിച്ചുവിന് ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ ധാരാളം വാങ്ങി കുറേ മരങ്ങളും. ഞാൻ വിഷ്വലൈസ് ചെയ്തില്ല നേരെ, ഞാനത് മനസ്സിൽ ശരിക്കും വിഷ്വലൈസ് ചെയ്യാം. ഇന്ന് നീ കൂടി ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന കുറച്ച് പേരും അയ്യോ കൃഷ്ണമാൻ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആലോചിക്കും. അപ്പോൾ അതങ്ങ് നടക്കും. ഇവിടെ 5.5 സെന്റിലാണ് ഇത്രയും കലാപരിപാടി ചെയ്തത്. അപ്പോൾ 1 ഏക്കർ ഉണ്ടായിരുന്നെങ്കിലോ? ചിലപ്പോൾ ഉണ്ടല്ലോ ഈ അധികമൊക്കെ കിട്ടിയാൽ നമ്മളൊന്നും ചെയ്യത്തില്ല. ഇപ്പം ഇതിനകത്തായതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് തന്നെ ഒരു ഇസ്രയേൽ ടെക്നോളജിയാണ് ഈ ഹൈ ഡെൻസിറ്റി ഫാമിംഗ്. പല രാജ്യത്തുണ്ട്, പക്ഷെ അവരാണ് അതിന്, കാരണം കുറച്ച് ഭൂമിയല്ല അവർക്കുള്ളൂ. അതുകൊണ്ട് അവർ മിനിമം സ്ഥലത്ത് മാക്സിമം ചെടികൾ നടാൻ തുടങ്ങി. പണ്ടൊക്കെ നമ്മൾ പറയും ഒരു ചെടി നട്ടിട്ട് എത്രയോ 5 മീറ്റർ 6 മീറ്റർ കഴിഞ്ഞിട്ടൊക്കെയാണ്. ഇപ്പോൾ
ഒരു ചെടി കഴിഞ്ഞിട്ട് 1 മീറ്ററിൽ നട. ഇപ്പം ഇതിനകത്ത് എടുത്തു കഴിഞ്ഞ് ഏകദേശം 35 മരങ്ങളോളം ഉണ്ട്. നിനക്ക് നീ എണ്ണിയിട്ടുണ്ടോ? എണ്ണി നോക്കിയോ? 35 കുറച്ചുകൂടെ താഴോട്ട് വരട്ടെ. ഇല്ല, എണ്ണി നോക്ക്. അല്ല, കുറച്ചുകൂടെ എണ്ണി നോക്ക്. കൂടുതൽ 35 പുറത്ത് പോയി നീ എന്ത് ചെയ്യും? 35 നീ എണ്ണി നോക്ക്. ചെടി കൂട്ടാൻ പറ്റൂല. ചെടിയല്ല, ഇതെല്ലാം മരവാ. ഇത് മരവാ. എണ്ണി നോക്ക്. ഈ വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് 2 ഫ്രണ്ടില് പോലെ ഇവിടെ 1 3 4 5 6 7 8 9 10 11 12. ഓ, എന്റെ ഫോണിൽ ആരോ കിടന്ന് വിളിക്കുന്നത്. 13 14 15 16 17 18 19 20 21 22 23 24 25 ഇതൊക്കെ കൂട്ടി 26 27. എത്ര പറഞ്ഞേ? അത്രയൊന്നുമില്ല, ഞാൻ പറയില്ല കൊച്ചു താഴോട്ട് പോരട്ടെ. ഫ്രണ്ടിൽ പിന്നെ വലിയ ഞാൻ തെങ്ങ് കൂട്ടി. അയ്യോ കിച്ചു കടിക്കല്ലേ, കഴുകിയിട്ട് വേണം കൂട്ടുന്നുണ്ടോ? ഇതൊക്കെ മരോ? ഏത് പുലാസൻ മൾബറിയുടെ സൂപ്പർ സാധനം കൂട്ട്. ഞാൻ നോക്ക്, 1/2 മീറ്റർ 1 മീറ്റർ ഗ്യാപ്പിൽ നട്ടു. ഞാൻ എന്താ കത്തിരിക്കയുടെ ചെടിയും കൂട്ടണോ? ഇതോ? ഇത് ഈ ചേമ്പ്, ചേന. എന്റെ ഫോണിൽ ആരോ വിളിക്കണം, നോക്കട്ടെ ആരാന്ന്. ഓക്കെ, ടീച്ചർ അതൊന്ന് ചെക്ക് ചെയ്യണേ, മറ്റേ ഗ്യാസ്. ആൾക്കാർ ഇവർക്ക് ഇത് തന്നെ പണി. മരത്തിൽ കയറുക, പറിക്കുക, തിന്നുക, വീഡിയോ ഉണ്ടാക്കുക, കിടന്നുറങ്ങുക, തിന്നുക. കിച്ചു ഇതാ ചില സമയത്ത് ചിലർക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഇതാരാ വന്നത് നോക്കി. എന്റെ ട്രെയിനർ നമ്മൾ തമ്മിൽ കോമ്പറ്റീഷനാണ്. ഞാൻ ആദ്യം മെലിയുവോ കിച്ചു ആദ്യം മെലിയോന്ന്. ഞാനേ ഒന്നുകൂടി കൊണ്ട് എന്റെ ഇവരൊന്ന് ചെക്ക് ചെയ്യാൻ പോകും. കാരണം എത്ര ചെയ്തിട്ട് കൈയൊക്കെ കറക്റ്റ് ആവുന്നുണ്ട്. അപ്പം അത് എനിക്ക് അതിനകത്ത് ഫാറ്റി ലിവറിൻ്റെ വലിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അത് ഫൈബ്രോസിസിലോട്ടായി. അത് റിവേഴ്സ് ചെയ്യുന്ന സ്റ്റേജാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഏകദേശം 10 മാസമായിട്ട് മരുന്ന് കഴിക്കുക. ന്യൂട്രാ ബഡിയുടെ ഫുഡ് എത്തി അമ്മൂന്. ഇന്നെന്താ മോനെ സ്പെഷ്യൽ? എന്താ? എനിക്ക് കണ്ണാണാൻ വയ്യ. എന്താ ചിക്കൻ ഇന്ന് ഉച്ചക്കത്തെ അടിപൊളിയായിരുന്നു കിച്ചു പറഞ്ഞു. എനിക്ക് രജിത്തിന് ഫുഡ് കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് തോന്നുന്നു കിച്ചുവിന്റെ ഫേസ് ഒക്കെ നല്ല ഒരു ചുട്ടലുണ്ടല്ലേ. അളവ് കുറയില്ലേ? എത്ര ആയാലും ഞാൻ മുഖം ഈ വയറുമുതൽ അതാ. മറ്റേ എന്തുപറ്റെന്നറിയോ, നമുക്ക് നിയന്ത്രണമില്ല. നമ്മുടെ മുമ്പിൽ ഭക്ഷണം ഇരിക്കുന്നു. അപ്പോൾ ആരും പറഞ്ഞിട്ടില്ല ഇത്രേ കഴിക്കാവെന്ന് പറയുന്നില്ല, ഇത്ര കഴിച്ചുകൂടാന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ കഴിക്കുന്നത് വലിയ സംഭവമല്ല. പക്ഷെ ഇപ്പോഴും മനസ്സിലായി അത്രയും പോലും ആവശ്യമില്ലായിരുന്നു. ആവശ്യമില്ല അധികം കഴിക്കുന്നു. അയ്യോ, ഞാൻ അധികം വീട്ടിലും കഴിക്കാറില്ല. 1/2 കിലോ പിസ്ത കഴിച്ചിട്ടിരിക്കുക. എന്റെ കാര്യം പറഞ്ഞു, ഞാൻ കാര്യം പറയല്ലോ. ഇന്നലെ തന്നെ 1/2 കിലോ എന്തൊക്കെയോ സ്വീറ്റ് കൊണ്ട് നീ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചില്ല. കിച്ചു ടേസ്റ്റ് ചെയ്യണ കണ്ടല്ലോ. എപ്പോ കണ്ടു? കഴിച്ചില്ലേ ആ കുനാഫ പോലത്തെ? ഞാൻ പറഞ്ഞപ്പോഴേ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞില്ല എനിക്ക് വേണ്ടെന്ന്. കഴിച്ചു. ചിലർക്കുണ്ട് സ്വീറ്റ് ഇഷ്ടമല്ലാത്ത, പക്ഷെ എനിക്കൊക്കെ ബേസിക്കലി വളരെയധികം സ്വീറ്റ് ഇഷ്ടപ്പെടുന്നത്. അതാ ഒരെണ്ണം എന്ന് വിചാരിച്ച് ചോക്ലേറ്റ്, ഇപ്പോൾ ഈ കാഡ്ബറീസ് പോലത്തെ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, മിൽക്ക് ചോക്ലേറ്റ്, അത് ഒരെണ്ണം കഴിച്ച് നിർത്തണം നമ്മൾ വിചാരിക്കും. 1 പീസ് കഴിക്കും, 2 പീസ് കഴിക്കും. എന്നൊരു 5-6 കഴിയുമ്പോൾ നമുക്ക് ഒരു വേണ്ടാത്തൊരു ഫീൽ വരും. അപ്പോഴത്തേക്ക് കഥ കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകളയും. അപ്പോൾ അവിടെ വേറെ കുറേ പേരുണ്ടല്ലോ, അപ്പോൾ അവരെ കഴിച്ച് ഡിസ്ട്രിബ്യൂട്ട് ആയിക്കോളും. ഞാനെന്തായാലും ആ പൗഡറാണ് രാത്രി, അതുകൊണ്ട് ആ പൗഡർ തീരുന്നവരെ എന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു പോയി. അതെടുത്തോണ്ടിരിക്കുവായിരുന്നു. രജിത്ത് എന്ത് കൊടുത്ത? റംബൂട്ടാൻ കൊടുത്തോ? അത് ഞങ്ങൾ പറിച്ചു. ഞാനൊന്ന് പറയണമെന്ന്. രജിത്ത് ഇവിടുത്തെ ഡ്രാഗൺ കഴിച്ചിട്ടുണ്ടോ?
ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കഴിച്ചു. അത് അകത്തിരിക്കുന്ന എടുത്തു തരാൻ പറ അപ്പച്ചിയോട്. ആ ഇന്ന് ഒരെണ്ണം. ഇത് എന്താ തന്നെ കിച്ചു ഇപ്പം നമ്മൾ പഠിച്ചത്? മാംഗോസ്റ്റിൻ. ഇത് ആക്ച്വലി കാണുന്നതിനേക്കാൾ വെയിറ്റ് ഉള്ളതാണ്. ഈ ഇതിൽ തന്നെ 2 ഇനമുണ്ട്. ഈ ഇതിപ്പോൾ നോക്കിയത് മിഴുമിഴ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഇത് വെയിറ്റ് കൂടുതലാണ്. മറ്റേതാണെങ്കിൽ ഇത് കൂടുതലാണ്. പൊങ്ങി മുകളിലോട്ടിരിക്കും. അതിനേക്കാൾ ഇത്തരം കിട്ടിക്കഴിഞ്ഞാൽ വെയിറ്റും കൂടുതലായിരിക്കും. പിടിക്കുമ്പോൾ അറിയാം. കാണുന്നതിനേക്കാൾ കുറച്ച് വെയിറ്റ് കൂടും. ജിമ്മിൽ വൈകിട്ട് രാത്രി ക്ലയൻസ് ഉണ്ടോ? ഇന്ന് രാത്രി ഞാൻ എടുക്കുന്നില്ല. എനിക്ക് എൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ. ആ ഇന്ന് എന്നോട് പറഞ്ഞില്ലേ? അപ്പൊ ശരി, നമുക്കപ്പോ ഇനി 2 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ, നാളെ ഇല്ല, മറ്റന്നാളും ഇല്ല. ഓക്കെ, ബൈ 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 ബൈ. അത് രജിത്ത്. ചില ദിവസം രജിത്തിന്റെ ഡെലിവറി ബോയ്സ് ഇടയ്ക്ക് വരാതെയൊക്കെ ഇരിക്കുമ്പോൾ പാവം രജിത്ത് എൻ്റെ ഇടയിൽ കൂടെ അമ്മൂൻ്റെയൊക്കെ ഫുഡും കൊണ്ടുവരും. രജിത്തിന് ഈ ദിവസം ആ സമയത്ത് ഏതെങ്കിലും ജിമ്മിൽ നിൽക്കുമായിരിക്കും. അതിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ കറക്റ്റായിരുന്നു. ഭയങ്കര പങ്ക്ച്വലാണ് കേട്ടോ. ന്യൂട്രാ ബഡി അവരുടെ ഫുഡ് കഴിച്ചു തുടങ്ങിയതിന് ശേഷം അമ്മു ഭയങ്കര ഹാപ്പിയാണ്, കിച്ചു ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആലോചിക്കും എനിക്ക് വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കണം കേട്ടോ. എനിക്ക് ഇപ്പം നമ്മളെവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. മറ്റൊരുപടിക്ക് വീട്ടിലാകുമ്പോൾ എനിക്ക് വീട്ടിലെ കറികളുടെയൊക്കെ മണമൊക്കെ വരുമ്പോൾ എനിക്ക് അത് തന്നെ കഴിക്കണം. മേ ബി കുറച്ച് നാൾ ഇങ്ങനെയൊന്ന് പോട്ടെ. പക്ഷെ ഞാൻ വളരെ കൺട്രോളിലാട്ടോ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഒട്ടും ഓവറായിട്ട് കഴിക്കാറില്ല. അയ്യോ കേൾക്കുന്നില്ല ലൈറ്റ്. ഞാൻ ഒട്ടും ഓവറായിട്ടില്ല കഴിക്കണം. വളരെ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിക്കണേ, കീൻമയാണ് കഴിക്കണേ. ഞാൻ എന്തായാലും മെലിയും. ഇപ്പോൾ രജിത്തിനോട് പറയും, നമുക്ക് ആൻറ്റി നമുക്ക് നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം, നമുക്ക് മെലിയണം. രജിത്തിൻ്റെ നാട് ആറ്റിങ്ങിലാണ്. രജിത്തിൻ്റെ ഫാദറൊക്കെ എൻ്റെ പാരൻസിൻ്റെയൊക്കെ ഒരു ഫാർ റിലേഷനിലുള്ളതാണ്. എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ ഡാഡിയുടെ അമ്മയുടെയൊക്കെ സിസ്റ്ററൊക്കെ താമസിക്കുന്ന ഒരു വീടിൻ്റെ അടുത്താണ് ഇവരുടെ വീട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്കൊരു ലോങ് റിലേഷനുണ്ട്. അത് പിന്നെ ഇങ്ങനെ കറങ്ങിത്തിരിങ്ങിയ കാലങ്ങൾക്ക് ശേഷമാണ് അമ്മു ജിമ്മിൽ പോയിട്ടുകൊണ്ടിരുമ്പോൾ എൻ്റെ ട്രെയിനർ എൻ്റെ ഫാദറിനൊക്കെ അമ്മയെ അറിയാനാണ്. പിന്നെ ഇങ്ങനെ അങ്ങനെ 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 ആ ഒരു റിലേഷൻ തിരിച്ചിങ്ങനെ വന്നത്. ഗ്യാസിൻ്റെ സ്മെല്ല് ഇവിടെ വരുന്നത്. ഞാൻ പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഏത് വെള്ളത്തിൻ്റെ അടുപ്പും ഞാനുമായിട്ടൊരു കുസ്തിക്ക് പോയതാ. അത് മറ്റേ കമേഴ്ഷ്യൽ അടുപ്പായതുകൊണ്ട് തീ കുറേ വന്നിട്ട് വെള്ളമൊക്കെ ഇവിടെ വെളിയിൽ ചാടി അത് അണഞ്ഞ് കുളമായി. എനിക്ക് പേടിയായി. ഞാനങ്ങനെ ഇപ്പോൾ പ്രസ്റ്റീജിൽ വിളിച്ചിട്ട് വിധുവിൻ്റെ അവിടെ വെച്ചിട്ട് എനിക്കൊരു സിംഗിൾ ബേണർ സ്റ്റൗ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നിനിപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് എന്തായാലും ഭാഗ്യത്തിന് തിളച്ചു കേട്ടോ. ഞാനും ഇവിടെ നിൽക്കുന്ന കുട്ടിയും കൂടെ പോയി നിന്ന് അതിൻ്റെ കൂടെ നിന്ന് അതിന് തിളപ്പിച്ച് ഓഫാക്കി. വേദിൻ്റെയൊക്കെ മണം വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഹൻസ് ജനിച്ചതൊക്കെ ഓർക്കും. നമ്മുടെ നാഗമ്മ അമ്മൂമ്മ മരിച്ചുപോയി കേട്ടോ. ഞാൻ പ്രോമിസ് ചെയ്തതാണ് നാഗമ്മയുടെ കൂടെ ഒരു വ്ളോഗ് എടുക്കണം, നാഗമ്മ അമ്മൂമ്മയെക്കുറിച്ച് കുറേ സംസാരിപ്പിക്കണം. ആ സമയമൊന്നും നടന്നില്ല. പിന്നെ ഞാൻ എപ്പോഴോ നാഗമ്മയെ കാണാൻ പോയപ്പോഴൊക്കെ നാഗമ്മ നല്ല വീക്കായിരുന്നു. എന്ന് വെച്ചാൽ സംസാരമൊന്നും അത്ര ക്ലിയർ അല്ല. ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് കുറച്ച് കാലം മുമ്പ് കഴിഞ്ഞ മാസം നാഗമ്മയുടെ മോള് വിളിച്ച് പറഞ്ഞു പുള്ളിക്കാരിക്ക് എവിടെയോ ഒരു വീടോടെ നിൽക്കുന്ന ജോലി കിട്ടിയോണ്ട് മറ്റൊരു സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് വേറെ എങ്ങോട്ടുമാണ് അവരോട് അങ്ങോട്ട് അമ്മ പോവുകയാണ് എന്ന് പറയും. ഞാൻ കാണാൻ വരാം. അതിനോട്ട് ഞാൻ അധികം ഭക്ഷണമൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. ഹോർലിക്സ് ആണ് ഇഷ്ടം. ആ ഇടയ്ക്ക് എനിക്കിവിടെ ഹോർലിക്സിൻ്റെ ഞാനൊരു ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ഹോർലിക്സ് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രായമുള്ളവർക്ക് കഴിക്കണ ഹോർലിക്സ്. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ അതിൻ്റെ ഒരു കൺഫർമേഷൻ പക്ക കിട്ടിയില്ല. അപ്പം ഞാൻ അമ്മൂനോട് പറയും ചെയ്തു, ആ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഈ അപ്പോൾ കിട്ടണവരെ നമുക്ക് ആ ഹോർലിക്സ് മാറ്റാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും വീണ്ടും വല്ല ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് പ്രോഡക്റ്റ് അത് എല്ലായിടത്തും ഇത് പുതിയ ഒരു ഐറ്റമാണ്, അവിടെ പുതിയ ലോഞ്ചാണ്. അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞു ഒന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് അത് ഓക്കെ പറയുവാണെങ്കിൽ ഈ ഹോർലിക്സൊക്കെ ആയിട്ട് നാഗമ്മ അമ്മൂമ്മയെ കാണാൻ പോകണം എന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ അമ്മ മരിച്ചു. പക്ഷെ മരിച്ച് അടക്കം എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. കാരണം നമുക്കങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ അറിയിക്കാൻ ആരുമില്ല. പുള്ളിക്കാരുടെ മോൾ ബിന്ദു എന്നെ വിളിച്ചിറങ്ങി, ചേച്ചി അമ്മ പോയി, അടക്കം എല്ലാം കഴിഞ്ഞു. വലിയ സാഡായിപ്പോയി. പിന്നെ വയസ്സായിരുന്നു അമ്മ. ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞതായിരുന്നു. കുറേ സ്ട്രഗിൾ ചെയ്തു. ധാരാളം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും അമ്മമാരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തൊരു നല്ല ലേഡിയായിരുന്നു. ഇപ്പോഴും ഹെൽത്തി ആയിരുന്നെങ്കിലുണ്ടല്ലോ. ഇപ്പോൾ നാഗമ്മ അമ്മ ഇപ്പോൾ ഹെൽത്തി ആയിരുന്നെങ്കിൽ സുഖമായിട്ട് വന്നേനെ പോസിയുടെ കുളിക്കലിന് കേട്ടോ. സോ വെരി ഫോൺലി റിമെമ്പർ.
എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ്. കാരണം ഇവിടെ ഞാൻ എൻ്റെ പഴയൊരു വ്ളോഗിൽ നാഗമാമ ഇവിടെ വന്നിട്ട് നടന്നപ്പോൾ ആ ഭാഗത്ത് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത വ്ളോഗിൽ അമ്മയെ കൊണ്ട് സംസാരിക്കാൻ പുള്ളിക്കാരി വളരെ ഹാപ്പി ആയിരുന്നു. എന്നാ മക്കളെ വീഡിയോ എടുക്കണമെന്നൊക്കെ എന്നോട് എപ്പോഴൊക്കെയോ ചോദിച്ചു. പക്ഷെ നമ്മളും നമ്മുടെ ഓരോ തിരക്കും പലപ്പോഴും നമ്മൾ പറയുന്ന വാക്ക് നമുക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നു. അതൊക്കെ മനസ്സിലൊരിക്കലും വിഷമമാണ്. എന്നും എനിക്കൊരു വിഷമമായിരിക്കും. നാഗമാമയുടെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എന്നും എനിക്കൊരു വിഷമമായിരിക്കും. വാട്ട് ടു ഡു ലൈഫ്. ഇന്ന് അമ്മുവിൻ്റെ ക്ലോസ് ഫ്രണ്ട് നിവേദയുടെ അച്ഛൻ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റായിട്ട് മരിച്ചുപോയി. ദാറ്റ്സ് ഓൾസോ വെരി 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 ഷോക്കിംഗ് ആൻഡ് വെരി സാഡ് ഓൾസോ. ബിക്കോസ് നിവേദയുടെ കല്യാണമാണ് അടുത്ത മാസം. നിവേദ സച്ച് എ നൈസ് ഗേൾ. ഇത്രയും ഒരു ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ സോളിനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്ക് നല്ല കുട്ടിയാണ്. ബിക്കോസ് ആ കുട്ടി ഇങ്ങനെ അത്രയ്ക്കാണ് അതിൻ്റെ കാര്യം ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഷാനിയുടെ ഐ ചെക്കപ്പിന് പോയ ദിവസമൊക്കെ നമ്മുടെ ആരുടെയും വീഡിയോയിലുണ്ടായിരിക്കും. ഞാനാണോ ഒന്ന് വീഡിയോ എടുത്ത് പറഞ്ഞത്. ഫുള്ള് കൂടെ വന്ന് നമ്മളോട് ടാക്സി പിടിക്കേണ്ട, വെറുതെ ടാക്സി പിടിച്ച് കാശ് കളയണ്ട എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് എല്ലായിടത്തും പോകാൻ വന്ന്, ആശുപത്രിയിലും എല്ലായിടത്തും വന്ന്, ഷോപ്പിങ്ങിനും വന്ന്, ലാസ്റ്റ് നമ്മൾ എയർപോർട്ടിലും വിട്ട്. പാവം കുട്ടി ഭയങ്കര വിഷമമായിപ്പോയി. അവിടെ ഇന്ന് വൈകിട്ട് ഇപ്പോൾ അമ്മു നൈറ്റ് ഫ്ലൈറ്റിൽ പോകുന്നുണ്ട് ചെന്നൈയിൽ. ഓസിയുടെ നാളെ കുളിയൊന്നും ഇല്ലാതെ ഞാനും കൂടെ പോയേനെ. പക്ഷെ നാളെയാണ് ഓസിയുടെ വെയ്യുന്നതിൻ്റെ കുളിയൊക്കെ. അപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓരോ സംശയവും ഡൗട്ടും ആയിട്ടൊക്കെ എല്ലാവരും വരുമ്പോഴേക്ക് ഐ ഹാവ് ടു ബി ദേ. എന്നാൽ ഐ ഫീൽ സോ 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 സാഡ്. and I'll be thinking why some bad things happen to very good people. ഭയങ്കര നല്ല ആൾക്കാരോട് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് I'll be thinking. വെരി സാഡ്. വാട്ട് ടു ഡു. അയ്യോ, എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നത് നോക്കട്ടെ. മസാജ് ചെയ്യുന്ന ബെഡ് കൊള്ളാം. എനിക്കൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ ഇരുന്നിട്ടാണ് വെയിൽ വെള്ളത്തിനും ആ കുളിക്ക് മുന്നേയൊക്കെ മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാം. പോർട്ടബിളാണ്. അവർക്ക് കൊണ്ടുവന്ന് ഇതുപോലെ മടക്കിയൊക്കെ വയ്ക്കാൻ പറ്റും. ബീട്രൂട്ട് മോരുകറി, പച്ചത്തക്കാളി, നെയ്മത്തി, പ്രോൺസ്, ചമ്മന്തി ഇതിലായിരുന്നു. ഇതില്ല, ഇത് ചൂട് സ്പെഷ്യൽ മഷ്റൂം ചമ്മന്തി. എനിക്കിന്നൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വിധു വന്നു. ഞാൻ ഇന്നലെയാണ് രണ്ടുപേരെയും വിളിച്ചിട്ട് എനിക്കൊരു സ്റ്റൗ വേണം. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് രാത്രി തന്നെ എത്തിച്ചു. രാത്രി തന്നെ പയ്യൻ ഫിക്സ് ആക്കിയൊക്കെ വെച്ചു. പക്ഷെ നമ്മൾ ഇന്നും ആ മറ്റേ കമേഴ്ഷ്യൽ ഓൺ ചെയ്തു. നമുക്ക് അതിൻ്റെ പേടി പോയി. നമ്മൾ വെച്ച് പേടിയാവണമെങ്കിൽ ഇതിലോട്ട് മാറ്റാം. പക്ഷെ ഇത് കിട്ടിയത് നന്നായി. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എന്താ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? എനിക്കിപ്പോൾ വലിയ പറയാൻ അറിയില്ല. എന്നാലും നമ്മുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണ്. പിന്നെ നല്ല ക്വാളിറ്റി സാധനം. ലൈഫ് 15 ഇയേഴ്സിന് മേലെ, അതാ 15 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗ എല്ലാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ വിധുവും വൈഫും ഒക്കെ വന്നിട്ട് പോയി. എനിക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. ആക്ച്വലി ഈ തരം പാത്രം ഞാൻ പലപ്പോഴും സ്റ്റൈൽ പ്ലസിൽ പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഈ തരം പാത്രം ഞാൻ പല കുക്കിംഗ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റൈൽ പ്ലസിൽ ഇപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ അതെനിക്ക് ഇച്ചിരി റേറ്റ് കൂടുതൽ, ആ പാത്രത്തിനേ വില കൂടുതലാണ്. ഈ സ്റ്റീൽ പിടിയായിരിക്കും, പക്ഷേ അവിടെ ചൂട് വരത്തില്ല. ആ ടൈപ്പ് ഒരു പാത്രം ഞാൻ ആലോചിക്കാം വാങ്ങണം. ഈ ടൈപ്പ് കുറച്ച് വാങ്ങി സ്റ്റോക്ക് ചെയ്യാനൊക്കെ മനസ്സ് വിചാരിക്കും, പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല. സോ എനിവേ, സോ സ്വീറ്റ് ഓഫ് വിധു എനിക്കിത് കൊണ്ടുവന്ന് തന്നു. അവരിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. ടുഡേ വാസ് എ ബിസി ഡേ. നാച്ചുറലി ഇന്ന് ഓസിക്ക് വെയ്ത് വെള്ളം വെച്ചിട്ടുള്ള കുളി, മസാജ്, ആയുർവേദിക് മസാജൊക്കെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്നലെയായിരുന്നു ബേബിക്ക്. ആൻഡ് ബോത്ത് ബേബി എൻജോയ് ചെയ്യുന്നുണ്ട് മസാജ്, ഓസി നന്നായിട്ടായി. എനിക്ക് ഓസി സാധാരണ നമ്മളൊക്കെ ഈ ട്രിപ്സൊക്കെ പോകുമ്പോൾ, ഈ ബാലിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ലെഗ് മസാജ് ആകുമ്പോൾ ഓസിക്ക് തീരെ ഇഷ്ടമല്ല. ഓസിക്ക് ആരും കാല് മസാജ് ചെയ്യണത്, ഫേഷ്യൽ ചെയ്യണം ഒന്നും ഇഷ്ടമല്ല. ഓസി പൊതുവേ ഒരു പെഡിക്യൂർ ചെയ്യാൻ പോലും പോകാറേ ഇല്ല. ഇഷ്ടമല്ല ആരും കാലിൽ പിടിക്കുന്നതൊന്നും.
പക്ഷെ ഇന്ന് ഓസി വളരെ എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. അവർ ആ ബെഡെല്ലാം കൊണ്ടുവന്ന് വെച്ച് അടിപൊളിയായിട്ട് ചെയ്തു. 2 യങ് ഗേൾസാണ് ചെയ്തത്. സൂപ്പറായിരുന്നു. ഓസി എൻജോയ് ചെയ്തു. ബേബിയും ഇന്നലെ ഇന്നും അവരെ കുളിപ്പിച്ചതിന് ശേഷം നല്ല ഉറക്കം. അല്ലെങ്കിൽ ഞാൻ ഉറക്കമാണ്. ഇന്നവങ്ങനെ പീസ്ഫുള്ളായിട്ടാണ് ഉറങ്ങുന്നത്. ദാറ്റ്സ് റിയലി നൈസ്. ഈ പാത്രം ഞാൻ തുറന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഹൻസു എന്നെ വിളിക്കുന്നു, കോൾ എടുക്കും. നല്ല വെയിറ്റ് കേട്ടോ. ഗോഡ്. അത് ചില സമയത്തില്ലേ, യു മാനിഫെസ്റ്റ് സർട്ടൻ തിങ്സ് ആൻഡ് ഇറ്റ് വിൽ റിയലി ഹാപ്പൻ. ഞാൻ എത്ര പ്രാവശ്യം ഇതുപോലത്തെ പാത്രം ഞാൻ സ്റ്റൈൽ പ്ലസിൽ പോയി നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെന്നോ. എന്നിട്ട് ഞാൻ പിന്നെ എടുക്കാം. അത് മറ്റേതോ ഒരു കമ്പനിയാണ്, പ്രസ്റ്റീജ് അല്ല, വേറെ ഏതോ കമ്പനിയായിരുന്നു. ഞാൻ എടുത്തിട്ടില്ല. ബിക്കോസ് ഇത് കുറച്ച് ഞാൻ എൻ്റെ വില നോക്കിയില്ല. സ്റ്റൈൽ പ്ലസ് കാണുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ടൈപ്പ് നമ്മൾ കാണുന്ന കുറേ ഈ മറ്റേ പുറത്തുള്ള പല കുക്കിംഗ് ചാനൽസിലും ഈ ടൈപ്പ് പാത്രങ്ങൾ അവർ ഒരുപാട് കാര്യങ്ങൾക്ക്, ഞാൻ ഈവൻ ചിക്കനൊക്കെ അതിനകത്ത് ധാരാളം എണ്ണ ഇട്ടിട്ട് ചിക്കൻ കുട്ടിക്കാലൊക്കെ ഇട്ട് ഫ്രൈ ആക്കുന്ന പോലത്തെ കണ്ടു. അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു പാത്രം വേണം. സോ എനിവേ, താങ്ക് യു വിധു. ഐ എം വെരി ഹാപ്പി. ഐ ലവ് ദ പാത്രം. ഹൗ വാസ് യുവർ ഡേ? അസാധ്യ ദിവസം. കാരണം സോ മെനി തിങ്സ് ഹാപ്പൻ. നമ്മുടെ എല്ലാ ദിവസവും ഹാപ്പനിങ് ആയിരിക്കണം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ഇന്ന് ഓഫീസിൽ പോയിട്ട് എൻ്റെ മൊബൈലിൻ്റെ ഫോണിൻ്റെ ഇഷ്യൂ കൊണ്ട്, ബാങ്കിലെ പ്രോബ്ലം കൊണ്ടും 2 പേയ്മെൻറ്റ് ഇഷ്യൂ ആയിരുന്നു. അത് 2 രാവിലെ തന്നെ കറക്റ്റ് ചെയ്തു. അപ്പോൾ യോഗിരാജ് ക്ലിനിക്കിൽ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ മോള് നിരഞ്ജനയാണ് എൻ്റെ തലയിലൊക്കെ അന്ന് വർക്ക് ചെയ്തത്, മറ്റേ പ്രോസസ്സ് ഇപ്പോൾ ചെയ്തത്. പ്രോസസ്സ് പറയുന്നത് ട്രാൻസ്പ്ലാന്റിന് അവർ വേറെ വാക്ക് പ്രൊസീഡിങ്, എന്തൊരു വാക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ അടച്ചത്തിൽ കുറേ സംസാരിച്ചു. അപ്പോൾ കുറേ സംസാരിച്ചതിൽ കുറേയധികം വിഷയങ്ങൾ സംസാരിച്ചു. അതിനകത്ത് 2 വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ ഇവിടെ ഓസിയുടെ സ്ഥാപനത്തിൽ 3 പെൺകുട്ടികൾ പൈസ അടിച്ചുകൊണ്ട് പോയ അതേ സമയത്ത് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് 3 പെൺകുട്ടികൾ ഹ്യൂജ് എമൗണ്ട് അടിച്ചുകൊണ്ട് വിധു പറയാ. എല്ലാ ബിസിനസ് നടത്തുന്നവർക്കും പല കഥകളാ പറയാനുള്ളത്. അപ്പൊ ഇന്ന് അതിനെപ്പറ്റി പറഞ്ഞു, ചേട്ടാ ഡൺ ആൻ എക്സലന്റ് ജോബ്. എനിക്ക് ഓസിയെടുത്തൊക്കെ കുറെ കാര്യം, കാരണം ഞങ്ങളുടെ അവിടെ നടന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പോലും പറ്റില്ല. അവസരം പിടിച്ചു പോലീസിന്. അൺബിലീവബിൾ. അവിടെ എല്ലാ സൗകര്യം എല്ലാം ഉണ്ടായിട്ട് ഇത് പിടിച്ചപ്പോൾ തന്നെ 40-45 ലക്ഷം കൊണ്ട് എമൗണ്ട്. ഇത് എത്രയോ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ഓസിയുടെ കടയിൽ നിന്നൊരു ഫോൺ വരുന്നു. അവിടുത്തെ പെൺകുട്ടികൾ വിളിച്ചിട്ട്, ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. ഈ ചില കെട്ടിടങ്ങളിൽ നിന്ന്, ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ സ്ത്രീകളെ നോക്കി മോശമായിട്ട് ചില സംഭവങ്ങൾ കാണിക്കുന്ന ആണുങ്ങളുണ്ട്. അത് ചിലപ്പോൾ ബസ്സിനകത്ത് സംഭവിക്കാറുണ്ട്. ഇന്ന് ഈ ഓഫീസിൻ്റെ എതിർവശത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം നടക്കും. ഇവിടെ എല്ലാം പെൺകുട്ടികളെ വർക്ക് ചെയ്യുന്നത്. പുതിയ കുട്ടികൾ വന്നു. അവരിങ്ങനെ വിളിച്ചിട്ട്, ഞങ്ങൾക്കിവിടെ ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്നില്ല, വലിയ പ്രശ്നമാണ്. വീണ്ടും ഇതേപോലെ മ്യൂസിയം സ്റ്റേഷനിൽ ചെല്ലുന്നു, പരാതി കൊടുക്കുന്നു. അവിടെ 4 വരുന്നു, അറസ്റ്റ് ചെയ്തു. സീൻ മറ്റേ സിനിമയിലുണ്ടല്ലോ, ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു ക്യാരക്ടർ, മറ്റേ നമ്മുടെ അരിസ്റ്റോ സുരേഷ് ചെയ്തൊരു ക്യാരക്ടർ. അതെ 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 അതെ. ആ പുള്ളിക്ക് ഒന്നും ചെയ്തില്ല, ചൊറിയണം വാങ്ങിച്ചൊക്കെ വെച്ചു കൊടുത്തു. അല്ല, ഇതുപോലത്തെ സിനിമ കണ്ടിട്ടെങ്കിൽ ഇവരൊക്കെ ഒന്ന് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരുന്നു. അങ്ങനെ മനസ്സിലാക്കാനാണെങ്കിൽ നമ്മള് IV ശശി, ടി ദാമോദരൻ, അത് കഴിഞ്ഞ് ഷാജി കൈലാസ്, രജി പണിക്കർ, പിന്നെ അത് സത്യനന്ദിക്കാർ, അദ്ദേഹത്തിന്റെ ശ്രീനിവാസനുമായിട്ടുള്ള സന്ദേശം എന്നുള്ള സിനിമയിലൊക്കെ രാഷ്ട്രീയപരമായി എന്തൊക്കെ മെസ്സേജ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ആൾക്കാർ പഠിക്കുന്നുണ്ടോ? ഇന്നും കുത്തിച്ചാവുന്നിട്ടില്ലേ പ്രവർത്തകർ? ഇപ്പം ഞാനും ഒരു പാർട്ടിയുടെ ഭാഗമാണ്. എനിക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ ഇഷ്ടമല്ല, ഇത്തരം വ്ളോഗുകൾ. പക്ഷെ എങ്കിൽ പോലും വിഷമം തോന്നും. അദ്ദേഹമൊക്കെ സിനിമയിൽ എത്ര രസമായിട്ട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും നേതാക്കൾ തമ്മിൽ കത്തിക്കുത്ത് നടക്കാറുണ്ടോ? നിയമസഭയ്ക്കകത്ത് ഒരുമിച്ചിരിക്കുന്നു, അവിടുത്തെ ക്യാൻറ്റീനിൽ ഒരുമിച്ചിരിക്കുന്നു, അവരുടെ മക്കളുടെ കല്യാണത്തിൽ ഒരുമിച്ചിരിക്കുന്നു. ഇവരാരും തമ്മിൽ ചീത്തവിളി, ഏറ്റവും കൂടുതൽ സ്നേഹത്തിരിക്കുന്ന എതിർ പാർട്ടിക്കാരല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഈ താഴെത്തട്ടിൽ ഇത്രയും ആൾക്കാർ കുത്തിമരിക്കുന്നത്? എല്ലാ പാർട്ടിയുടെയും, ഇന്ന പാർട്ടിയിൽ വളരെ വിഷമം തോന്നും. കാരണം ഞാൻ പല ഇങ്ങനത്തെ രാഷ്ട്രീയ അക്രമം നടന്നവരൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്തോ വിഷമം ഫീൽ ചെയ്യാറുണ്ടെന്ന് അറിയോ? കാരണം കൊച്ചു പെൺകുട്ടികളുണ്ട്, മിക്ക സ്ഥലങ്ങളിലും ആണുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. വിധവയായ ഭാര്യ, ഈ മരിച്ച പയ്യൻ്റെ അല്ലെങ്കിൽ യുവാവിൻ്റെ അമ്മ, വല്ലാത്തൊരു ഗ്ലൂമി സിറ്റി. അവിടെ ചെല്ലുമ്പോൾ ഞാൻ മരണം നടന്ന പല സ്ഥലങ്ങളിലും അതിൻ്റെ അടുത്തുള്ള സമയങ്ങളിൽ പോയിട്ടുണ്ട്.
വളരെ നാള് മുമ്പ് നടന്ന വീടുകളിൽ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷയാണ് അറ്റുപോകുന്നത്. കൊച്ചു പിള്ളേരാ മരിക്കുന്നത്, മനസ്സിലായില്ലേ? എന്തുമാത്രം സ്വപ്നമാണ്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും മരണം എല്ലാ വീട്ടിലും നടക്കും. അപ്പൂപ്പൻ, അച്ഛൻ, മകൻ, കൊച്ചുമോൻ, ഈ ഓർഡറിൽ മരിച്ചാൽ കുഴപ്പമില്ല. ഈ ഓർഡർ മാറി പെട്ടി വീട്ടിൽ വരുമ്പോൾ അപ്പൂപ്പനും അച്ഛനും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ മോൻ്റെയോ കൊച്ചുമോൻ്റെയോ ഒക്കെ പെട്ടി വരിക എന്ന് വെച്ചാൽ ആജീവനാന്തം ദുഃഖം ഉണ്ടാക്കിക്കളയും വീട്ടിൽ. കാരണം ഓർമ്മകൾ നിൽക്കും. അച്ഛനമ്മ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദുഃഖമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറക്കും, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. മറ്റേത് അങ്ങനെയല്ല. അതുകൊണ്ട് ഈ സിനിമയിലും മറ്റേതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഷാരൂർ ചേച്ചി വിളിച്ചല്ലേ, എന്ത് പറഞ്ഞു? എനിക്ക് ഒന്ന്, ശാരദ ചേച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്നെയും ശാരദ ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. ശാരദ ചേച്ചിയുടെ ഒരു കുട്ടി, ശാരദ ചേച്ചിയുടെ കസിൻ്റെ അനീതയുടെ മകളുണ്ട്, അപ്പോൾ വിജയബാല. അപ്പോൾ വിജയബാലയും എൻ്റെ അമ്മയുടെ അനീതയുടെ മോൾ സംഗീതം ഒരുമിച്ച് പഠിച്ചവരാണ്. അത് പിന്നെ ഞാൻ അറിയുന്നതൊക്കെ. അങ്ങനെ എപ്പോഴും പണ്ട് ശാരദ ചേച്ചിയുടെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പം ഇന്ന് ഞാനിങ്ങനെ ശാരദ ചേച്ചിയെ പറ്റിയാണ് എൻ്റെ വ്ളോഗിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഇന്ന് ഞാൻ ശാരദ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. കുറച്ച് മുന്നേ ശാരദ ചേച്ചി വിളിച്ചിട്ട്, ശാരദ ചേച്ചിയുടെ മലയാളം, കിച്ചു നല്ല ഉഗ്രൻ വീഡിയോ, കിച്ചു നല്ല പോലെ സംസാരിച്ചിരിക്കുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനും കുറേ ഓർത്തു, കാശ്മീരം സെറ്റിൽ കറക്റ്റാണ്. ഞാൻ വന്ന് കിച്ചുവിൻ്റെ അടുത്ത് സംസാരിച്ചു, കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ താമസിച്ചു, അതൊക്കെ കിച്ചു ഓർക്കുന്നല്ലേ. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാവുന്ന വലിയ കാര്യങ്ങളാണ്. കാരണം ചേച്ചി, ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മയൊക്കെ സ്ക്രീൻ കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു വ്യക്തി, ഒരു വലിയ പ്രശസ്ത നടിയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു. അപ്പോൾ ചേച്ചി നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ വിറയലുണ്ടായിരുന്നു, ഇത്രയും വലിയൊരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും മറക്കില്ല. ഫോണ്, ഗ്യാസ് കണക്ഷൻ അന്നത്തെ ഏറ്റവും വലിയ ഒരു ലക്ഷറിയുടെ ഭാഗമായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന ആളാണ് ചേച്ചി. എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ കുറേ നേരം ഇപ്പോൾ ചേച്ചിയുടെ സംസാരിച്ചിട്ടുണ്ടോ, കിച്ചു ഒരു ദിവസം ചെന്നൈയിൽ വരൂ, എന്തായാലും എനിക്ക് അങ്ങോട്ട് വരാൻ ഇപ്പോൾ പറ്റില്ല, വരൂ, എല്ലാവരുമായിട്ട് വരണം, കാണണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇന്ന് സംസാരിച്ച് എനിക്കൊരു വല്ലാത്തൊരു എനർജി ദേഹത്ത് കയറി. അതുകൊണ്ട് ഇന്നത്തെ ആ വീഡിയോയുടെ ഞാൻ എന്തിന് ചെയ്തു ആ ഒരു ഉദ്ദേശവും ആ സന്തോഷവും, കാരണം അത് ഓൾമോസ്റ്റ് ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ്. ഞാൻ ആ മൂവി മെമ്മറീസിന് പകരം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് വിത്ത് ശാരദ ചേച്ചി എന്ന് എഴുതിയാൽ മതിയായിരുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ശാരദ ചേച്ചി എന്ന്. കാരണം ഇറ്റ് സോ നൈസ് അല്ലേ. അന്ന് നമുക്ക് ആ ഫോണും ഗ്യാസ് കണക്ഷൻ വാസ് ഒരു വലിയ കാര്യമായിരുന്നു ജീവിതത്തിൽ. ഇന്നൊക്കെ ചുമ്മാ പോയി ചോദിച്ചാൽ ഗ്യാസ് കണക്ഷൻ കിട്ടൂല്ലേ? മാത്രമല്ല ഫോൺ കണക്ഷൻ മൊബൈൽ വീട്ടിൽ കൊണ്ടു തരാന്നല്ലേ പറയുന്നത്. ഫ്രീ ആണ്, സിം ഫ്രീ തരാം. നമ്മൾ ആദ്യമായിട്ടൊരു മൊബൈൽ എടുക്കാൻ ആഗ്രഹിച്ചതൊക്കെ ഓർക്കുന്നു. ഷീബ ചേച്ചിയല്ലേ ആദ്യം? ഷീബ ചേച്ചി, അൽക്കാറ്റൽ. അൽക്കാറ്റൽ ഇപ്പൊ ഓസി ജനിച്ച സമയത്ത് ഏത് ഒഴിയുന്നാലും കിട്ടും. അങ്ങനത്തെ ഓസി ജനിച്ച 98 പൈസയൊക്കെ ഉണ്ട്. അപ്പോഴല്ലേ ശിവ ചേച്ചി നമുക്ക് കൊണ്ടുവന്നത്. ആരെങ്കിലും വിളിക്കുമ്പോ സ്പീഡിൽ സംസാരിക്കും, കാരണം പൈസ അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ കേൾക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് കളയും. കാരണം വെച്ചാൽ കാശ് അടിച്ചോണ്ടിരിക്കുകയല്ലേ ഇൻകമ്മിങ്ങിന്. അതൊക്കെ ഒരു സമയം. മൊബൈലും അതെ 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 അതെ. എത്ര ഫാസ്റ്റ് ആയിട്ട് ലൈഫ് പോയത്. ഇറ്റ്സ് ഗുഡ്. അല്ല, അതുകൊണ്ട് വി ആർ അഗെയിൻ ബ്ലെസ്ഡ് എന്ന് പറയുന്ന കാര്യം അല്ല, നമ്മുടെ തോന്നല. നമ്മൾ വിചാരിക്കുന്നു അന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്ര വെളിച്ചമില്ലായിരുന്നു, അതിൽ നിന്ന് ഇന്ന് മുഴുവൻ വെളിച്ചമായി ലൈഫിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്കറിയാം ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും കറണ്ട് പോവും, ഫോൺ പോവും, പലതും പൊക്കോണ്ടിരുന്നു. ദേ പോയി പറഞ്ഞത് പോയി വന്നു, വന്നോ? ടി വി പോയി. ആക്ച്വലി കറണ്ട് പോവുകയും വരികയും ചെയ്തു. ഞാൻ കിച്ചുവിന്റെ അമ്മയോട് സീരിയസ് ആയിട്ട്, പണ്ട് കാലത്ത് കളറായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു എല്ലായിടും. നമുക്ക് മനസ്സിൽ തോന്നില്ലേ പണ്ട് കാലത്ത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഞാൻ കിച്ചുവിന്റെ അമ്മ എടുക്കണം. കിച്ചുവിന്റെ അമ്മയൊക്കെ പണ്ട് മറ്റേ ഇൻഡിപെൻഡൻസിന് മുമ്പൊക്കെ അല്ലേ ഇവിടെ പഠിച്ചിട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് അന്നൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കും. അച്ഛന്റെ കാലത്ത് അച്ഛന്റെ ബ്രദർ പറയും ഇരുട്ടായിരുന്നു ലൈഫില്. അതായത് ലൈറ്റ് ഇവര് വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി അപ്പൊ ഉണ്ടോ? എനിക്ക് ഇല്ലായിരുന്നു തോന്നുന്നു. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. അപ്പൊ പറയും അന്ന് ഓരോ സംഭവങ്ങൾ നടന്നു. ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോവാന്ന് വെച്ചാൽ വലിയൊരു TDS സംഭവമായിരുന്ന കാലം ഉണ്ടായിരുന്നു. നമ്മള് കൊച്ചായിരുന്നപ്പോ ഓട്ടോറിക്ഷ പോലും ഇല്ലല്ലോ. ഇന്ന് എന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ 101 വർഷം മുമ്പത്തെ സ്ഥിതി പാസ്പോർട്ടിൽ നോക്കണം. 22 I think. 103 ആണല്ലേ? അതാണ്. അപ്പോൾ 103 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ എന്ത് സ്ലോ ആയിരുന്നിരിക്കാം.
അതൊക്കെ കൊണ്ടായിരിക്കും അന്ന് ഒരുമിച്ച് ജീവിക്കണം തോന്നി. അതുകൊണ്ടാണോ ഇത് കൂട്ടുകുടുംബമൊക്കെ ഉണ്ടാവാൻ കാര്യം? പക്ഷേ ഒരുമിച്ചിരുന്നാലേ ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റും. കാരണം അക്രമങ്ങളോ എന്നും പലതും വരാമല്ലോ. അപ്പോൾ അതാണോ? പണ്ട് പറയും ഈ ആരാധനാലയങ്ങളൊക്കെ ഉയരങ്ങളിൽ കെട്ടും, അവിടെ എപ്പോഴും ഈ കെടാവിളക്ക് എന്ന് പറയുന്ന കാര്യം ലൈറ്റ് എപ്പോഴും കാണും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് കൂടും. ഈ മണിയും എല്ലാം വെച്ചിരിക്കുന്ന ചിലപ്പോൾ ആളെ കൂട്ടാനൊക്കെ ആയിരിക്കാം. അറിയില്ല അന്നത്തെ ലൈഫ് എങ്ങനെയായിരുന്നു. ഈ പ്രസവം തന്നെ ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞ് പണ്ട് ജനിക്കുന്നു. വീട്ടിലല്ലേ പ്രസവം? അതാ എങ്ങനെയായിരുന്നു അതൊക്കെ? ചെറിയ ഇരുണ്ട വെളിച്ചത്തിൽ അയ്യോ, അസുഖം വന്നാൽ എങ്ങനെയാണ് ആശുപത്രി എത്തിക്കാൻ പറ്റുമായിരുന്നു. പാമ്പുകടിയായിരുന്നു പണ്ടത്തെ ഒരു സ്ഥിരം സംഭവമായിരുന്നല്ലോ. മരണകാരണങ്ങളൊന്നാണല്ലോ. ഓ ഹൻസു ബേബി വന്നു. അപ്പൊ ശരി, എന്തോ വെറുതെ കുറെ സംസാരിച്ചു വരുമായിരിക്കും കാണുമ്പോ. ഹൻസുകുട്ടി റിസീവ്. അപ്പൊ എന്റെ വീഡിയോക്ക് വേണ്ടി ചെറിയൊരു ബൈറ്റ് തന്നാൽ സന്തോഷം ചേട്ടാ. നീ നല്ല ഷർട്ട് കേട്ടോ. നീ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് പിന്നെ ഞാനല്ലേ കറണ്ട് പോയി വന്നു വീണ്ടും. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ മൾട്ടിപ്ലയർ. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അയ്യോ എന്റെ കൊച്ചു വന്ന്. ഓക്കെ ഓക്കെ ബൈ. എല്ലാവർക്കും സന്തോഷം. ഇത് കാണാൻ കാണിച്ച ക്ഷമയും സമയത്തിനും നന്ദി. കളറല്ല നമ്മൾ പഴയ മുമ്പ് എടുക്കുന്ന മോഡൽ. അതാ മോളിൽ കണ്ടു. ഹലോ, നമ്മൾ കട എവിടെ പോയി? ഞാൻ 2 ദിവസം മുമ്പ് ഇവനെ കുറച്ച് പാത്രം വാങ്ങാൻ വിട്ടപ്പോഴേ ഇവനെനിക്ക് വീഡിയോ എടുത്ത് അയച്ചു. കടയൊന്നും ഞാനങ്ങ് വിഷമിച്ചു കേട്ടോ. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ആദ്യം രീതി കണ്ടു. എന്നെ ഇവിടെ ഒരാൾ കണ്ടു. പുള്ളി എന്നെ കണ്ടിട്ട് തുടങ്ങി കട കണ്ടു എന്നെ ഇവിടെ. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഞാൻ വേറെ എവിടെ പോയി നൈറ്റി വാങ്ങിക്കും. ഹോസ്പിറ്റലൊക്കെ പോയപ്പോഴല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ വീട് ഇടിച്ചു കളയാം. അതിന് എന്നെ ശരിയാവും. 2 വർഷം. നിങ്ങളുടെ കട ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് യോക്കുള്ള ടെക്നിക്ക്. ഇവിടെ ഒരു കളർ, ഇവിടെ വേറെ ഡബിളാണ് ഞാൻ നോക്കിയത്. ഡബിളാണോ? ഫ്രണ്ട് ഓപ്പൺ അല്ലല്ലോ. അല്ല ഇത് നോക്കി, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഫ്രണ്ട് ഓപ്പൺ മതി. ഫ്രണ്ട് ഓപ്പൺ ടൈപ്പ്. അപ്പൊ ഇതിന്റെ വലിയ ടേസ്റ്റ് ഞാൻ 2 സെലക്ട് ചെയ്തു. കുറച്ചൊരു ലെങ്ത് കിട്ടുമോ? പൊക്കമുള്ള ആളാണ്. എൻ്റെ ലെങ്ത് ആയിട്ട് ഇതിന് പക്ഷേ ഒരു ഭംഗിയില്ല. വല്ലാത്തൊരു ലെങ്ത് വേണം. ഇത് എൻ്റെ സൈസ് കുറച്ച് നീളം പോലെ. കുറച്ചുകൂടെ ലെങ്ത് കുറഞ്ഞു. ഇതേ ലെങ്ത് ഇനി എനിക്ക് പ്ലീറ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ജോലിക്ക് വന്ന പുള്ളിക്കാർ ആക്ച്വലി ഏകദേശം 1 month ആയി. ഈ പോയ കുറേ നാൾ തിരക്കും ബഹളം ആയതുകൊണ്ട്. ഇനി മുന്നേയൊക്കെ ഞാൻ ഞങ്ങളുടെ വീടോടെ നിൽക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ വന്ന ഡ്രസ്സൊക്കെ നേരത്തെ വാങ്ങി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ മാറുന്ന ആൾ ഇപ്പോൾ പൊക്കം കുറഞ്ഞ ആൾ വരും. പിന്നെ അങ്ങനെ നീളം കുറഞ്ഞ ഡ്രസ്സ് വാങ്ങിക്കും. അങ്ങനെ പോയി
ഇപ്പോൾ ലാസ്റ്റ് വന്ന ആൾക്ക് എനിക്ക് വന്നിങ്ങനെ വാങ്ങി വീട്ടിലേതോ യൂസ് ചെയ്യാത്ത 1-2 ഉണ്ടായിരുന്നേ. പക്ഷെ അതൊക്കെ ലാസ്റ്റ് വന്നത് കുറച്ച് പൊക്കം കുറഞ്ഞ ആളായിട്ട് അവർക്ക് വേണ്ടിയാണ് വാങ്ങിയതാണ്. ഈ പുള്ളിക്കാരിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് വാങ്ങാം നാളെ വാങ്ങാം. അവർ 3-4 പേരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞാൻ വാങ്ങി യൂഷ്വലി വരുമ്പോൾ ഞാൻ പുതിയത് വാങ്ങിക്കൊടുക്കും. വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് പലപ്പോഴും എൻ്റെ വാക്കൊന്നും പാലിക്കാൻ പറ്റൂല. എൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ ഒരു 4 ദിവസം മുമ്പ് ഓസിക്ക് വേദിടാൻ വേണ്ടി കലം വാങ്ങാനായിട്ട് നമ്മുടെ സ്റ്റാഫിനെ ഇവിടെ വിട്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ട് എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു. മാഡം കടയൊന്നുമില്ല. അപ്പം ഞാൻ ഞെട്ടി. അയ്യോ, ഞാൻ സ്ഥിരം നൈറ്റ് ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് ഇവിടെ, ആൽഫ എന്ന് പറഞ്ഞിട്ട്. ശരി, അപ്പം ഇനി ആ കടയൊക്കെ പോയെങ്കിൽ ഞാൻ ഇനി എവിടെ പോകും നൈറ്റി വാങ്ങിക്കാൻ? ഞാൻ 10-25 വർഷമായിട്ട് ഈ ഒറ്റ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല, സാവല്യം കോംപ്ലക്സ് എവിടെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വന്ന് മഴയാണ് കാറിന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരാളെന്നെ കണ്ടിട്ട് വെച്ച് നൈറ്റി വാങ്ങാൻ വന്നതാണ്. പുള്ളി കറക്റ്റായി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നമ്മുടെ പയ്യനും കൂടെ വന്നു. അപ്പം ഞാൻ നൈറ്റി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചെങ്കിൽ തൃപ്തിയാവും. വലുതാണോ മീഡിയം ആണോ? നല്ല വലിപ്പമുണ്ടോ? ഓക്കെ, ആ ഒരെണ്ണം ഒന്ന് മതി. പാളയം മാർക്കറ്റ് ഒരു വൈബാണ്. ഇതിനകത്ത് ഇവിടെ ഒരു സജി ഫുട്വെയർ ഉണ്ട്. പണ്ട് ഇത് സ്കൂളിലേക്ക് ഏതോ ഷൂ ഒക്കെ ഇവിടെയൊക്കെ വന്നാണോ പാളയത്ത് മാത്രമാണ് ഒറ്റ ഏരിയയിൽ ഒരു അമ്പലം, ഒരു പള്ളി, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി എല്ലാം ഇങ്ങനെ അടുത്തടുത്തുള്ളൊരു സ്ഥലം. മഴ അകത്തെല്ലാം പൊളിച്ചിട്ടേക്കുക. ഇനി നമുക്ക് സ്ഥിരം പരിചയമുള്ള പലരെ ഇനി നമ്മൾ എവിടെ പോയി തപ്പും? പാർക്കിംഗ് ഏരിയയിൽ ഈ അവസ്ഥയൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ. കോർപ്പറേഷനിൽ ആരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നന്നാക്കിയാൽ നന്നായിരിക്കും. ഇവിടെ പാർക്കിങ്ങിന് പൈസയൊക്കെ വാങ്ങിക്കാറുണ്ട്, പക്ഷെ ഇതൊന്ന് സെറ്റാക്കണം. ഒരുപാട് നാളായി മഴയത്തൊക്കെ ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന്. പാളയം പള്ളി, എനിക്ക് പാളയം പള്ളിയുടെ കളർ റെഡായിരുന്നു ഇഷ്ടം. വൈറ്റിനേക്കാൾ റെഡിനായിരുന്നു ഒരു ഫീൽ. കാരറ്റ് ഓസിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്നേക്കാണ് വെങ്കനം പള്ളി മാങ്ങ. ആർക്കൊക്കെ കസ്റ്റേർഡ് ആപ്പിൾ ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്പ്രിങ്ങിൽ നിന്ന് ഇറങ്ങി മഴ. So that's all in this video of mine. Now it's nappy change time for baby. അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. അതുവരേക്ക് ടേക്ക് കെയർ. ബൈ.